നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷനാണ്. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ച സിംഗപ്പൂരിലെ ഇന്ത്യൻ വംശജനായ ഗതാഗത മന്ത്രി ആരാണ്? എസ് ഈശ്വരനാണ് അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ച സിംഗപ്പൂരിലെ ഇന്ത്യൻ വംശജനായ ഗതാഗത മന്ത്രി. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 5ാമത്തെ രാജ്യം ഏതാണ്? ജപ്പാനാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 5ാമത്തെ രാജ്യം ജപ്പാൻ. 4ാമത്തെ രാജ്യം ഇന്ത്യയാണെന്നുള്ള ഫാക്ട് കഴിഞ്ഞ വർഷം ഒരുപാട് തവണ പഠിച്ചതാണ്. ഇപ്പോൾ US, സോവിയറ്റ് യൂണിയൻ, ചൈന, ഇന്ത്യ എന്നിവയാണ് മറ്റ് രാജ്യങ്ങൾ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ രാജ്യങ്ങൾ. 5ാമത്തെ രാജ്യം ജപ്പാൻ, 4ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. 2024 ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം ഏതാണ്? പ്രധാനപ്പെട്ട ചോദ്യം. കാബോ വെർദെ എന്ന ആഫ്രിക്കൻ രാജ്യത്തെ 2024 ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ചു. അടുത്ത ചോദ്യവും പ്രധാനപ്പെട്ടത്. 2024 ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി കുവൈത്ത് ദിനാറാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി കുവൈത്ത് ദിനാർ. 2024 ജനുവരിയിൽ സോരയ്യ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? പ്രധാനപ്പെട്ട ചോദ്യം. ഇറാനാണ് സോരയ്യ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇറാൻ. ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് 2024 ഇന്ത്യയുടെ സ്ഥാനം 4. 1ാം സ്ഥാനം USA. റഷ്യയും ചൈനയുമാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 4ാം റാങ്കാണ്. 96ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി. പ്രധാനപ്പെട്ട ചോദ്യം. ടു കിൽ എ ടൈഗർ എന്ന ഇന്ത്യൻ ഡോക്യുമെന്ററി 96ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി 10th പ്രിലിംസ് ബാച്ച് ഉണ്ട്. അതിൽ ഇപ്പോൾ കഴിഞ്ഞ phase 1 എക്സാമിൻ്റെ 100 ക്വസ്റ്റ്യൻസിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥ ആയ രീതിയിൽ ഞാൻ പഠിച്ച രീതിയിലാണ് ആപ്പിലെ എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആണ്. അപ്പോൾ 10th പ്രിലിംസിൻ്റെ ക്ലാസ് എടുത്താലും 10th മെയിൻസിൻ്റെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ബാച്ച് ഉണ്ട്. അതുപോലെ ഫയർമാൻ്റെ ബാച്ച് ഉണ്ട്. ജനറൽ PSC ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ബാച്ച് ഉണ്ട്. വരാനിരിക്കുന്ന കമ്പനി LGS, ബെർക്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ എങ്ങനെയാണോ പഠിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായത് ആ ഒരു രീതിയിലാണ് ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, SCRT, NCRT ക്ലാസ്സുകൾ, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരുപാട് അവസരങ്ങളാണ് വരുന്നത്. ഒന്നും പാഴാക്കരുത്. കിട്ടുന്ന അവസരങ്ങളിൽ കയറി പോകാൻ വേണ്ടി നോക്കാം. WTOയുടെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് വേദി. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് വേദി അബുദാബിയാണ്. 2024 ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരാണ് ഇഷ. അപ്പൊ ഇഷ എന്ന ചുഴലിക്കാറ്റ് വീശിയടിച്ചത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. 2024 ജനുവരി മാസം. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. ഇന്ത്യയും ഫ്രാൻസും UAEയും ചേർന്ന് 3 രാജ്യങ്ങളും ചേർന്ന് 2024 അറബിക്കടലിന് മുകളിൽ നടത്തിയ വ്യോമ അഭ്യാസത്തിന്റെ പേരെന്താണ്? ഡെസേർട്ട് നൈറ്റ്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം. ഡെസേർട്ട് നൈറ്റ് എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമാഭ്യാസമായിരുന്നു? 2024 നടത്തിയ വ്യോമാഭ്യാസമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയും ഫ്രാൻസും UAEയും. അടുത്ത ഫാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്
ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. 2024 195 രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശനമുള്ള സിംഗപ്പൂർ പാസ്പോർട്ടാണ് ഒന്നാമതെത്തിയത്. എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. 2024 ഒന്നാം സ്ഥാനം സിംഗപ്പൂർ പാസ്പോർട്ടിനാണ്. ഇനി ഫ്രാൻസ്, ഫിൻലൻഡ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സ്പെയിൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഫ്രാൻസ്, ഫിൻലൻഡ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സ്പെയിൻ, ദക്ഷിണ കൊറിയ 7 രാജ്യങ്ങൾ. ഈ 7 രാജ്യങ്ങൾക്ക് 192 രാജ്യങ്ങളിലേക്കാണ് വിസരഹിത പ്രവേശനമുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം 84 സ്ഥാനമാണ്. 58 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ പൗരന്മാർക്ക് അനുമതിയുള്ള ഇന്ത്യയുടെ പാസ്പോർട്ട് സൂചികയിൽ എത്രാം സ്ഥാനത്താണ്? 84 സ്ഥാനം. അപ്പോൾ ഒന്നാം സ്ഥാനം സിംഗപ്പൂർ, രണ്ടാം സ്ഥാനം 7 രാജ്യങ്ങൾ. ഇനി ഇന്ത്യയുടെ സ്ഥാനം 84 സ്ഥാനം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സഹായത്തോടെ പുനരുദ്ധരിക്കുന്ന വടക്കൻ ശ്രീലങ്കയിലെ തുറമുഖം ഏതാണ്? പ്രധാനപ്പെട്ട ചോദ്യം. കങ്കേശൻ തുറൈ തുറമുഖം ഏത് രാജ്യത്താണ്? ശ്രീലങ്കയിലാണ്. ഇത് ഇന്ത്യയുടെ സഹായത്തോടെ പുനരുദ്ധരിക്കുന്ന വടക്കൻ ശ്രീലങ്കയിലെ തുറമുഖമാണ്. അടുത്ത ഫാക്ട് വളരെ ഇമ്പോർട്ടന്റ്, കോവിഷീൽഡിനെ പറ്റിയുള്ള ഫാക്റ്റ് ആണ്. ഏത് വാക്സിന്റെ ഉപയോഗമാണ് അപൂർവം കേസുകളിൽ രക്തം കട്ടപിടിക്കാനിടയാക്കുന്ന ത്രോംബോസിസിന് കാരണമായേക്കാമെന്ന് നിർമ്മാതാക്കൾ ലണ്ടനിലെ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത്? കോവിഷീൽഡ് വാക്സിനാണ്. അപ്പോൾ കോവിഷീൽഡ് വാക്സിന്റെ ഉപയോഗം അപൂർവം കേസുകളിൽ രക്തം കട്ടപിടിക്കാനിടയാക്കുന്ന ത്രോംബോസിസിന് കാരണമായേക്കാമെന്ന് നിർമ്മാതാക്കൾ ലണ്ടനിൽ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. അടുത്തത് LOQU. എന്താണ് ഈ LOQU? IIT ഗുവാഹത്തിയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്തതാണ്. മനുഷ്യരിലെ വോക്കൽ കോഡിന്റെ കമ്പനത്തിൽ നിന്ന് സംസാരത്തിന്റെ സൂചനകൾ ആവിഷ്കരിക്കാൻ കഴിയുന്ന സംവിധാനമാണ് LOQU. ഇത് വികസിപ്പിച്ചത് IIT ഗുവാഹത്തിയിലെ ഗവേഷകരാണ്. അടുത്ത ചോദ്യം, അദാനി ഡിഫൻസ് സിസ്റ്റംസ് കരസേനയ്ക്ക് കൈമാറുന്ന ദൃഷ്ടി 10 ഏതിനം ഉപകരണമാണ്? ഡ്രോൺ ആണ്. ദൃഷ്ടി 10 എന്നത് ഡ്രോൺ ആണ്. മാലിദ്വീപിന്റെ ഫാക്ട് ഇമ്പോർട്ടന്റ് ആണ്. ഏത് അയൽ രാജ്യത്ത് വിന്യസിച്ചിരുന്ന സൈനികരെയാണ് 2024 മെയ്യിൽ ഇന്ത്യ പൂർണ്ണമായും പിൻവലിച്ചത്? മാലിദ്വീപിൽ വിന്യസിച്ചിരുന്ന സൈനികരെയാണ് 2024 മെയ്യിൽ ഇന്ത്യ പൂർണ്ണമായും എന്ത് ചെയ്തു? പിൻവലിച്ചു. അടുത്ത ചോദ്യവും ഇമ്പോർട്ടന്റ്. ISRO 2024 മെയ് 10 വിക്ഷേപിച്ച ആദ്യത്തെ 3D പ്രിന്റഡ് ലിക്വിഡ് റോക്കറ്റ് എഞ്ചിന്റെ പേരാണ് PS4 എഞ്ചിൻ. PS4 എഞ്ചിൻ എന്നത് ISRO 2024 മെയ് 10 വിക്ഷേപിച്ച ആദ്യത്തെ 3D പ്രിന്റഡ് ലിക്വിഡ് റോക്കറ്റ് എഞ്ചിനാണ് PS4. മേഘാലയയിലെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP ആണ് ഇദാശിഷ നോൺഗ്രാങ്. ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ്? DGP ആണ് മേഘാലയ. അടുത്ത ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് K-സ്മാർട്ട് എന്നത്. K-സ്മാർട്ടിന്റെ ഫുൾ ഫോം എന്താ? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. K-സ്മാർട്ട്, കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് K-സ്മാർട്ടിന്റെ ഫുൾ ഫോം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് K-സ്മാർട്ട്. ഇപ്പൊ K-സ്മാർട്ട് പദ്ധതിയും K-സ്മാർട്ട് മൊബൈൽ ആപ്പും നിലവിൽ വന്നത് 2024 ജനുവരി 1. അടുത്തതൊരു പദ്ധതിയാണ് ബാലകേരളം എന്ന പദ്ധതി. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ബാലകേരളം. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ബാലകേരളം പദ്ധതി.
ബാല്യകാല സഖി രചിച്ചതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. 1944 മെയ് മാസം 13 വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ബാല്യകാല സഖി പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ബാല്യകാല സഖിയുടെ 80ാം വാർഷികമാണ് 2024 മെയ് മാസം ആചരിച്ചത് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാള പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്കായി 2024 മുതൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തി. പ്രസംഗ മത്സരത്തിലാണ്. ആ പുരസ്കാരമാണ് അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭാ പുരസ്കാരം. അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭാ പുരസ്കാരം പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്കാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ. ദളിത് ബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന 2024 മാർച്ചിൽ അന്തരിച്ച ചരിത്ര പണ്ഡിതനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് NK ജോസ്. NK ജോസ് അറിയപ്പെട്ടിരുന്ന പേര് ദളിത് ബന്ധു. അടുത്തത് ഒരു പരിശോധനയാണ്. ഓപ്പറേഷൻ ജംഗിൾ സഫാരി സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേഷൻ ജംഗിൾ സഫാരി എന്നത് സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണെന്ന് ഓർക്കുക. ചോദ്യം, പി ഭാസ്കരൻ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പുരസ്കാരം നൽകിയിട്ടുണ്ടായിരുന്നു. പി ഭാസ്കരൻ പുരസ്കാരം 2024 രാഘവനാണ് ലഭിച്ചത്. രാഘവന്. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. 2024 കാൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ഹ്രസ്വ ചിത്രമാണ് കൈമിറ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഐശ്വര്യ തങ്കച്ചൻ സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമാണ് കൈമിറ. ഇത് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള 2024 മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ഹ്രസ്വ ചിത്രമാണ്. സംഗീത് ശിവൻ അന്തരിച്ചത് 2024 മെയ് 8 ഇദ്ദേഹം പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു. പ്രശസ്ത മലയാള സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന വ്യക്തി സംഗീത് ശിവൻ അന്തരിച്ചത് 2024 മെയ് 8. അടുത്തത് ഒരു പദ്ധതിയാണ് പ്രാപ്യം എന്ന പദ്ധതി. ദുരന്ത മുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായുള്ള ആശയവിനിമയം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രാപ്യം. ഇമ്പോർട്ടന്റ് ചോദ്യമാണ് പ്രാപ്യം എന്ന പദ്ധതി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത് എന്നാണ്? 2024 ഏപ്രിൽ മാസം 26. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. 2024 ഏപ്രിൽ മാസം 26 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത്. അടുത്തത് അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയുടെ ഒരു പുസ്തകമാണ് ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകം രചിച്ച മലയാളി ആരാണ്? അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള. അപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ടവ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്, ഇന്ത്യയുടെ റാങ്ക് ചോദിക്കും. 84ാമത്തെ റാങ്ക്. 1ാം റാങ്ക് സിംഗപ്പൂരിനാണ്. അതുപോലെ ടു കിൽ എ ടൈഗർ എന്ന ഇന്ത്യൻ ഡോക്യുമെന്ററി 96ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററിയുടെ പേരാണ് ടു കിൽ എ ടൈഗർ എന്നത്. സ്മാർട്ട് എന്ന പദ്ധതി ഓർക്കുക, അതിന്റെ ഫുൾ ഫോം ഓർക്കുക. ബാലകേരളം എന്ന പദ്ധതി ഓർക്കുക. കൈമിറ സംവിധാനം ഐശ്വര്യ തങ്കച്ചൻ. ഈ ഫാക്ട്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ കോഴ്സുകളൊക്കെ നടന്നു വരികയാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ എടുക്കാവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.